Hi all, welcome to Stay Wow. ഇന്നത്തെ ലോകത്ത് എപ്പോഴും ഇങ്ങനെ മോട്ടിവേറ്റഡ് ആയിരിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പല ആളുകൾക്കും അത് വലിയൊരു ഹാർഡ് ടാസ്ക് ആയിട്ടാണ് അവർ അതിനെ കാണുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ലോസിങ് മോട്ടിവേഷൻ എന്ന് പറയുന്നത് അത് കംപ്ലീറ്റ്ലി ഒരു നോർമൽ കാര്യമാണ്. ചില ടൈമിൽ നമുക്ക് ഡീമോട്ടിവേറ്റഡ് ആയി നമുക്ക് തോന്നാറുണ്ട്. അതായത് നമ്മൾ വിചാരിക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്നതിലും സ്ലോ ആയിട്ടൊക്കെ നടക്കുമ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസിലാണ് നമുക്ക് കൂടുതൽ ഡീമോട്ടിവേറ്റഡ് ആയിട്ട് തോന്നാറുള്ളത്. ആ നേരത്തെ നമ്മൾ ന്യൂ ഇൻസ്പിറേഷണൽ സോഴ്സസ് കണ്ടെത്തണം. സോ ഹൗ ടു സ്റ്റേ മോട്ടിവേറ്റഡ്, എങ്ങനെ നമുക്ക് മോട്ടിവേറ്റഡ് ആയിരിക്കാം എന്നുള്ളത് നോക്കാം. അതിലെ ഫസ്റ്റ് പോയിന്റ്, റിമൈൻഡ് യുവർ സെൽഫ് ഓഫ് യുവർ ഗോൾസ്. മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ചെയ്ത കാര്യം തന്നെ നമ്മളിങ്ങനെ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആർക്കായാലും അത് ബോറടിക്കും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് നിങ്ങളുടെ ആ ഒരു എയിം അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഗോൾ അത് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളിങ്ങനെ ഓർക്കണം എന്ന് പറയുന്നത്. സോ അങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ഓരോ ദിവസവും ഇടയ്ക്കൊന്നും ഇങ്ങനെ ഓർക്കുന്നത് നമുക്കത് കൂടുതൽ ആ ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടി നമ്മളെ കൂടുതൽ പ്രേരിപ്പിക്കും. അതിന് നിങ്ങൾക്കൊരു കാര്യം ചെയ്യാൻ പറ്റും. അതായത് നിങ്ങളുടെ ആ ഒരു എയിം അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഗോൾ അത് നിങ്ങൾ ജസ്റ്റ് ഒരു കോട്ടാക്കി എഴുതിയിട്ട് അങ്ങനെ ഒരു ടൈപ്പിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ ഫോണിൽ സ്ക്രീൻ സേവർ ആയിട്ട് നിങ്ങൾക്ക് വെക്കാൻ പറ്റും. അതേപോലെ നിങ്ങളുടെ ബെഡ്റൂമിലും അതേപോലെ നിങ്ങളുടെ ലോക്കർ ഇതിലൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ പറ്റും അതങ്ങനെ എഴുതിയിട്ട്. സോ അത് നിങ്ങളെ എന്നും ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആ ഒരു കാര്യം നേടിയെടുക്കാനുള്ള ഒരു പ്രേരണ കൂടുതലായിട്ട് നിങ്ങൾക്ക് കിട്ടും. എല്ലാത്തിനും ഒരു ഗുഡ് റീസൺ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ്. നിങ്ങൾ ഏതൊരു കാര്യം ചെയ്യുകയാണെങ്കിലും അതിന് നല്ലൊരു റീസൺ നിങ്ങൾ കണ്ടെത്തണം. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങളിപ്പോൾ കുറച്ച് തടിയൊക്കെ ഉള്ള ആളാണ്. സോ അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ വെയിറ്റ് ഒക്കെ ഒന്ന് കുറയ്ക്കാൻ ആഗ്രഹം ഉണ്ടായിരിക്കും. ബട്ട് യു കാൺ സ്റ്റേ മോട്ടിവേറ്റഡ്. സോ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വിഷ്വലൈസ് ചെയ്യുക ദ എൻഡ് റിസൾട്ട്. അവസാനം ഉണ്ടാകുന്ന ആ ഒരു റിസൾട്ട് നിങ്ങൾ വളരെ സ്ലിമ്മായി അല്ലെങ്കിൽ നിങ്ങൾ നല്ല ഷേപ്പോട് കൂടി അങ്ങനെ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ നിങ്ങളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ വിചാരിക്കുന്നത് തന്നെ ഒരു പ്രചോദനമാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഇൻട്രസ്റ്റ് തോന്നും ആ ഒരു കാര്യത്തിന് വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. ചിലപ്പോൾ നിങ്ങൾ ജിമ്മിനൊക്കെ പോകാൻ മടിച്ചിരിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ജിമ്മിന് പോയി തുടങ്ങും. ഇനി അതുമല്ല വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾ എക്സസൈസ് ചെയ്യാനും തുടങ്ങും. ഈ ഒരു കാര്യം മാത്രമല്ല, നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത വേറെ കാര്യം ഉണ്ടായിരിക്കും. ചില കുട്ടികളുണ്ടായിരിക്കും പഠിക്കാനൊന്നും ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കില്ല. പക്ഷെ നിങ്ങൾക്കറിയാം നോളജ് എന്ന് പറയുന്നത് അതൊരു പവർ തന്നെയാണ്. സോ അത് നിങ്ങൾ ഓർക്കുമ്പോൾ നിങ്ങൾ എന്തായാലും തീർച്ചയായും നിങ്ങൾ പഠിച്ചോളും. ആ ഒരു കാര്യം നോളജ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും പഠിച്ചോളും. മൂന്നാമത്തെ കാര്യമാണ് വാച്ച്, റീഡ് ആൻഡ് ലിസൺ മോട്ടിവേഷണൽ സ്റ്റോറീസ് ഓർ സ്പീച്ചസ്. ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഇങ്ങനത്തെ വീഡിയോസ്, മോട്ടിവേഷണൽ ആയിട്ടുള്ള വീഡിയോസൊക്കെ കാണുന്നത് നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇങ്ങനെയുള്ള ഇൻസ്പിറേഷണൽ വീഡിയോസ് നിങ്ങൾ കാണുക. അതേപോലെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ബുക്സ്, സ്റ്റോറീസ് ഇതൊക്കെ ഉണ്ടായിരിക്കും. ഇതൊക്കെ നിങ്ങൾ വായിക്കുക. അതുപോലെ തന്നെയാണ് ചില മ്യൂസിക്, ചില പാട്ടുകൾ നിങ്ങൾ കേൾക്കുമ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു എനർജി കിട്ടും. നമ്മൾ കൂടുതൽ ബൂസ്റ്റ് ആവാൻ തുടങ്ങും. സോ അങ്ങനെയുള്ള പാട്ടുകളും കേൾക്കുക. ഇതൊക്കെ നിങ്ങളെ എപ്പോഴും മോട്ടിവേറ്റഡ് ആയിരിക്കാൻ വളരെ ഹെൽപ്പ് ചെയ്യും. മറ്റൊരു വഴിയാണ് ഗിവ് യുവർ സെൽഫ് എ ബ്രേക്ക്. നിങ്ങൾ ചില ടൈമിൽ കണ്ടിന്യൂസ് ആയിട്ട് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരിക്കും. സോ ആ നേരത്ത് ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു എയിമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളായിരിക്കും നിങ്ങളിങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ആ നേരത്ത് നിങ്ങൾക്കൊരു ബ്രേക്ക് അത് അത്യാവശ്യമാണ്. നിങ്ങളിങ്ങനെ ബ്രേക്ക് എടുക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡ് കൂടുതൽ ക്ലിയർ ആവാൻ തുടങ്ങും. മൈൻഡ് ഇങ്ങനെ ക്ലിയർ ആകുമ്പോൾ നിങ്ങളുടെ ഈ ആ ഒരു മോട്ടിവേഷൻ അത് ഇങ്ങനെ വർദ്ധിച്ചു വരുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ദ ലാസ്റ്റ് പോയിന്റ് ഈസ് ചേഞ്ച് യുവർ റൂട്ടീൻ. നിങ്ങളുടെ ഡെയിലി റൂട്ടീനിൽ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരിക. അതായത് ട്രൈ ന്യൂ തിങ്സ്. പുതിയതായിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ട്രൈ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ ജിമ്മിനൊക്കെ പോകുന്ന ആളുകളാണെങ്കിൽ നിങ്ങളിങ്ങനെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. സോ അങ്ങനെ ഉണ്ടായിരിക്കുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ ഹെവി ആയിട്ടുള്ളതൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. അതായത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാനാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. സോ ഇതുകൊണ്ട് സിംപ്ലി ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ നിന്നും കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് ഡിഫിക്കൽട്ടി ഉള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു നോക്കാൻ ശ്രമിക്കുക. പക്ഷേ അധിക ടൈമിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമ്മൾ വല്ലാതെ ബോറടിക്കുമ്പോൾ നമ്മൾ അതവിടെ സ്റ്റോപ്പ് ചെയ്യും, അല്ലേ? നമ്മൾ അതൊന്ന് ക്വിറ്റ് ചെയ്യും. പക്ഷേ ആ ഒരു നേരത്തെ നിങ്ങൾ ചിന്തിക്കേണ്ടത്, നിങ്ങൾ എന്തിനു വേണ്ടിയാണോ ആ ഒരു കാര്യം ചെയ്യാൻ തുടങ്ങിയത്, അത് സ്റ്റാർട്ട് ചെയ്തത് എന്തൊരു ഉദ്ദേശത്തോടെ ആയിരുന്നു എന്നുള്ളതൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്നും പിന്മാറാൻ തോന്നില്ല. ഇറ്റ് വിൽ റിയലി ഹെൽപ്പ് യു ടു സ്റ്റേ മോട്ടിവേറ്റഡ്. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് ടൈം മറ്റ് നല്ലൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. ദിസ് ഈസ് മീ ഷോണ. ബൈ.